ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി. പരാതി പോലീസ് കോടതിക്ക് കൈമാറി. വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി. അഞ്ജുരാജ് വിവരങ്ങൾ. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്തോ ആ പരിസര പ്രദേശങ്ങളിലോ ഒന്നും ഈ റീൽസോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ചിത്രീകരണമോ പാടില്ല എന്ന് നേരത്തെ ജസ്ന സലീമിന്റെ കേസിലും അക്കാര്യം വ്യക്തമാക്കിയതാണ് കോടതി. അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം അക്കാര്യങ്ങൾ അനുവദിക്കുന്നതുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയാണ് ഇപ്പോൾ ടെമ്പിൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിരോധനം ലംഘിച്ച് നടപ്പുരയിലും മറ്റും റീൽസ് ചിത്രീകരിച്ചു, അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ വാർത്ത കേട്ടല്ലോ. ജാസ്മിൻ ജാഫർ സത്യം പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ ഇത്ര ചെറിയ പെങ്കൊച്ചാണ്, പ്രായം കുറവാണ്. ആ പ്രായക്കുറവിൻ്റെ പക്വത ജീവിതത്തിൽ ഇത്രയും കാലമുണ്ട്. എന്നാൽ ചില പെൺകുട്ടികൾക്കൊക്കെ നല്ല ബോധം വിവരമുണ്ട്. ജാസ്മിൻ ജാഫറിന് എന്തുകൊണ്ടോ യാതൊരു തലച്ചോറും ഇല്ലാത്ത പരിപാടിയാണ് ലൈഫിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറയാതെ വയ്യ. ആ കുട്ടി പെട്ടെന്നുണ്ടായ ഒരു 10 ലക്ഷം സബ്സ്ക്രൈബറും അങ്ങനെ വരികയും എല്ലാവർക്കും ഇഷ്ടമാവുകയും ആ കുട്ടിയുടെ സംസാര ശൈലി അതെനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അത് കേൾക്കാനും എടുക്കാനും പോയി. അതിലുപരി എല്ലാം ഭംഗി ഉള്ള ഒരു കുട്ടിയാണ്. ഞാൻ ഈ ജാസ്മിൻ ജാഫറിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫിലിം സ്റ്റാർ നയൻതാരയെ പറ്റി ചിന്തിക്കും. എന്താണെന്ന് വെച്ചാൽ നയൻതാര ഇത്രയും സൂപ്പർ സ്റ്റാറൊക്കെ ആയെങ്കിലും ശരിക്കും ആദ്യകാലത്ത് എടുത്ത തീരുമാനങ്ങളെല്ലാം മണ്ടത്തരങ്ങളായിരുന്നു. ചിമ്പുവിനോടൊരടുപ്പം കാണിച്ചു. പിന്നെ പ്രഭുദേവയോട് അടുപ്പം കാണിച്ചപ്പോൾ തന്നെ പ്രഭുദേവയുടെ പേരെല്ലാം പച്ച കുത്തുകയും എന്തൊക്കെയോ ഉണ്ടാക്കി. അവസാനം എന്തായെന്ന് വെച്ചാൽ പ്രഭുദേവയുടെ ഡിവോഴ്സിന് വേണ്ടി ഭാര്യ കേസ് കൊടുത്തപ്പോൾ ഭാര്യ കോടികളെങ്ങാണ്ട് ആവശ്യപ്പെട്ടെ. ആ കോടികൾ നയൻതാര കൊടുത്തെന്നാണ് ഗോസിപ്പ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നയൻതാരയുടെ ഉണ്ടാക്കിയ സ്വത്തിൻ്റെ പകുതി പ്രഭുദേവ ആ വഴിക്ക് കൊണ്ടുപോയാൽ നമുക്കറിയില്ല. നമുക്കിതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരം, അല്ലാതെ അവരോട് പോയി ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് മണ്ടത്തരല്ലേ? അത് ശരിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് അത് മണ്ടത്തരല്ലേ? ഇപ്പോഴാണ് നയൻതാര ശരിക്കും ഒരു തീരുമാനം എടുത്തത്. ജാസ്മിൻ ജാഫർ ശരിക്കും ബിഗ് ബോസിൽ നിന്ന് വന്നു. അതുവരെ വീട്ടുകാരെയൊക്കെ സഹായിച്ച് വീട് പണിത് കൊടുക്കുകയൊക്കെ ചെയ്ത് കുടുംബസ്ഥയായ ഒരു പെങ്കൊച്ചായിരുന്നു. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും അത്രയും ചിന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമൊക്കെ ആയിട്ടുള്ള. പക്ഷെ അതിന് ശേഷം ആ കുട്ടി എടുക്കുന്ന തീരുമാനം ബിഗ് ബോസിൽ വന്നതിന് ശേഷം പൈസ ഏറെ കൈ വന്നതിന് ശേഷം ആ കുട്ടി എടുത്ത തീരുമാനങ്ങളെല്ലാം സത്യത്തിൽ മണ്ടത്തരമാകട്ടോ. അതാണ് പറയാതിരിക്കാൻ പറ്റില്ല, സത്യത്തിൽ മണ്ടത്തരം. കാരണം എറണാകുളം ടൗണിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾക്ക് ഈ കേരളത്തിൻ്റെ ഓരോ ജില്ലയിലെയും ആൾക്കാർ ഇവിടെ വന്ന് ഈ മറ്റു ഭാഷ പഠിച്ച് ജർമ്മൻ ഭാഷ അതും ഇതൊക്കെ പഠിച്ചിട്ടും എല്ലാം വിദേശത്തേക്ക് പോകാനുള്ള ഒത്തിരി കോഴ്സുകൾ ഇവിടെ ഉണ്ട്. അതൊക്കെ എടുക്കാൻ വേണ്ടി പിള്ളേർ വന്ന് വീടെടുത്തൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നടക്കുന്ന അംഗം ഒന്നും ഇവിടെ പറയാൻ പറ്റില്ലാത്ത പോലെ അംഗങ്ങളാണ് നടക്കുന്നത്. ഒരാൾക്കും ചോദ്യം ചെയ്യാനും ഒന്നും അവകാശമില്ല. വേണേൽ അവരെ അടിച്ചു പിടിപ്പിക്കും. ഇവിടെയൊക്കെ നൈറ്റ് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. രാത്രിയിലും കൂടെ ഷോപ്പിംഗ് ഉണ്ട് ചില കടകൾ. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയൊക്കെ രാത്രിയിലൊന്ന് പോയാൽ നമ്മൾ സിനിമയെ പോലും കാണാത്ത കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ ഈ പറയുന്ന കുട്ടികളൊക്കെ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്ന വളരെ നല്ല പാവം പെൺകുട്ടികളായിരിക്കും. കാരണം ഇവരവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ അതുപോലെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പം ഈ ജാസ്മിൻ ജാഫർ നേരെ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് എറണാകുളത്തോട്ട് താമസിക്കുന്ന ഫ്ലാറ്റ് എടുത്ത്. അതെന്തിനാണ്? സിനിമയിൽ അഭിനയിക്കാനും പരസ്യം ചെയ്യാനും കൊള്ളാബ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞാണ് അവിടെ തുടങ്ങി. അവിടെ സത്യം പറഞ്ഞാൽ അവിടെ ഒരു നിയന്ത്രിക്കാൻ ആളില്ല വരുമ്പോൾ തൊട്ട് ജീവിതമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ സത്യം. അല്ലാതെ ഇപ്പോൾ എനിക്കറിയാം എന്നെ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ അറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കാണുന്നത് ആരും സൂക്ഷിക്കുന്നൊന്നുമില്ല. കിട്ടിയ സ്വാതന്ത്ര്യം മാക്സിമം ഉപയോഗിക്കുക. കാരണം പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ അത് വളരെ ഇതായിട്ട് തോന്നും. അതേപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ കൊണ്ട് റീൽസ് എടുത്തിരിക്കുന്നു. ഈ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ തന്നെ സെൻസിറ്റീവാണ്. യേശുദാസ് ഇങ്ങനെ ഹൃദയം പൊട്ടി ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരും എന്നും പറഞ്ഞ് പാടിയിട്ട് ഇന്ന് വരെ അവിടെ ഒന്ന് ചെല്ലാൻ പറ്റിയിട്ടില്ല. എനിക്കിതിനോടൊന്നും ഒരു ഇതുമില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു രീതിയോടും എനിക്ക് വിശ്വാസം ഇല്ലാത്ത ആളാണ്. ഹിന്ദു ആണെങ്കിലും അതൊക്കെ എന്നോ കാറ്റിപ്പറത്തേണ്ട കാര്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കൃഷ്ണരാജ വക്കീലിനെ നിങ്ങൾക്കറിയാലോ. നസ്രിയം ഭഗവത്പാസിലൂടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഒരു കല്യാണത്തിന് പങ്കെടുത്തതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു കല്യാണത്തിന് പങ്കെടുത്തുള്ളൂ.
കൃഷ്ണരാജ് വക്കീലുണ്ടാക്കിയ പുകില് നിങ്ങൾ കണ്ടല്ല, അന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തതാണ്, ഞാനൊക്കെ ചെയ്തതാണ്. അതിൻ്റെ അവസാനം എന്തുണ്ടായെന്ന് നിങ്ങൾ അറിയണം. അത് വീഡിയോയിൽ അധികം പറഞ്ഞിട്ടില്ല. ആ വിവാദമായിട്ട് പോയിട്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ഒരു ബോർഡുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ട്, ചില ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും കയറാം. പിന്നെ ശബരിമല കയറാവില്ല എല്ലാവർക്കും. അതേപോലെ ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് ഇത് തൃപ്പൂണിത്തുറ കോവിലകം വക അമ്പലത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡ് എവിടെയോ മാഞ്ഞു പോയായിരുന്നു, എവിടെയോ പോയി കിടക്കുകയായിരുന്നു. നസ്രിയ ഭഗവത്വാസിലൂടെ വന്ന് കയറിയോടുകൂടി കൃഷ്ണരാജ് വക്കീൽ ആ ബോർഡ് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ദേവസ്വം പ്രസിഡന്റിന്റെ പരാതി കൊടുത്തു, ആ ബോർഡ് തപ്പിയെടുത്തു. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പഴയ കാലത്തേക്ക് തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അറിയുന്നത് വർഷങ്ങളായിട്ട് ഈ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ അതിൻ്റെ മുന്നിലൊരു കട, പൂവിൻ്റെ ഷോപ്പ്, പൂക്കട നടത്തുന്ന ആ അമ്പലത്തേക്കുള്ള പൂ കൊടുക്കുന്ന ആ സ്ത്രീ മുസ്ലിമാണ്. അതിൻ്റെ അമ്മ വർഷങ്ങളായിട്ട് കൊടുക്കുന്നതാണ്, മകളാണ് ഇപ്പോൾ വിൽക്കുന്നത്. കൃഷ്ണരാജ് വക്കീൽ അറിയുന്നത് അങ്ങനെയാണ്. അതോടുകൂടി ആ കച്ചവടം പൂട്ടിയെന്നാണ് പിന്നീട് അറിഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് അല്ല, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത്, അതുകൊണ്ട് അത്ര അങ്ങോട്ട് നമുക്കറിയില്ല. ഏതായാലും അറിഞ്ഞ വിവരം ഇങ്ങനെയാണ്, ഫേസ്ബുക്കിൽ നിന്നൊക്കെ അവരുടെയും കഞ്ഞിമുട്ടിയെന്നുള്ളതാണ്. അപ്പം ഇപ്പോഴും പഴയ കാലത്തെ വർഗീയതയും അതും ഇതൊക്കെ കൂട്ടുപിടിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ജാസ്മിൻ ജാഫർ ഇപ്പോൾ ഇത് ചെയ്ത ഈ ന്യൂസിൻ്റെ താഴെ ഹിന്ദുക്കളായവരും മുസ്ലിങ്ങളായവരും സർവ്വ ആൾക്കാർ വിട്ടിരിക്കുന്ന കമൻ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഞാനൊരു മുസ്ലിമാണ്, എന്നാലും ജാസ്മിനെ ശിക്ഷിക്കണമെന്നായിട്ടിരിക്കുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കരുത് മറ്റൊരാൾ. അപ്പോഴത് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടിയിരിക്കണം എന്നുള്ള ഒരാൾ പോലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു കമൻറ്റ് ഞാൻ കുറേ കമൻറ്റ് നോക്കിയിട്ട് കണ്ടില്ല. കാരണം ഇത് ജാതി മതത്തിൻ്റെ അല്ല, ഇതൊന്നുമല്ല. ഈ അമ്പലക്കുളം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പവിത്രമായ ഒരു ഇതാണ്. ഈ ഭഗവാന്റെ ആറാട്ടൊക്കെ നടത്തുന്നതാണ്, പവിത്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട സ്ഥലം തന്നെ. ഈ ജസ്ന സലീം അവിടെ പോയി കേക്ക് മുറിക്കൽ തേങ്ങ മാങ്ങയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാലും അത് കണ്ടതിൻ്റെ ഒരു ഇതായിരിക്കാം ജാസ്മിൻ ജാഫർ അമ്പലക്കുളത്തിൽ പോയി ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് അവർ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേസും ഒക്കെ ആയിട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറമേ നമ്മൾ കാണുന്ന പോലെയല്ല, ഏത് ജാതിയുടെയും മുന്നിൽ കാണുന്ന പോലെയല്ല, അതിൻ്റെ ബാക്കിലൊക്കെ നല്ല വർഗീയതയുള്ള ആൾക്കാർ നിലകൊള്ളുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം യേശുദാസിനെ ഒന്ന് അനുവദിച്ചൂടെ ഗുരുവായൂർ കയറ്റാൻ? അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അത് തന്നെയല്ല, നമ്മളിങ്ങനെ അഹിന്ദുക്കൾ ആരെങ്കിലും ഗുരുവായൂർ കയറി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ശുദ്ധികലശമൊക്കെ നടത്താറുണ്ട് അമ്പലത്തിൽ. അങ്ങനെയൊക്കെ ഇപ്പോഴും പരമ തന്നെ സൂക്ഷിച്ചു പോകുന്നു. അതുപോലെ ഞങ്ങളൊക്കെ ചെന്നാലും അവിടെ ചുരിദാർ ഇട്ടൊന്നും ഇപ്പോഴും കയറ്റത്തില്ല. അങ്ങനെ ചുരിദാറാണ് ഇട്ട് പോകുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു മുണ്ട് അവിടെ കിട്ടും, പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് മേടിക്കാം, അത് എടുത്ത് ഉടുക്കേണ്ടിയൊക്കെ വരും. അങ്ങനെ അമ്പലത്തിൻ്റെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അങ്ങനെയാന്ന് തോന്നുന്നു, ചുരിദാർ ഇട്ട് കയറ്റത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഷ്ഠാനങ്ങൾ. ഒരു പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് എതിർക്കണമെന്ന് തോന്നിയാലും ഇതൊക്കെ കാലങ്ങളായിട്ട് ഇനി കൊണ്ടുപോരുന്ന ചില കാര്യങ്ങളാണ്. ശരിക്കും ഈ ഞങ്ങളുടെ അമ്പലങ്ങളിലെല്ലാം ഈ പുരുഷന്മാർ ഷർട്ടൂരി കയറണമെന്നൊരു നിയമം ഉണ്ടല്ലോ. ശരിക്കും അതെന്നാ വെച്ചാൽ സ്ത്രീകളുടെ മുഖത്തേക്കാണ് പ്രതിഷ്ഠയായിട്ടിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ നോട്ടം സ്ത്രീകളുടെ മുഖത്തേക്കും പുരുഷന്മാരുടെ നെഞ്ചിലോട്ടുമാണ് വരുന്നതെന്നാണ് സങ്കല്പം കേട്ടോ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതേപ്പറ്റിയൊന്നും ഒത്തിരി പറയാറില്ല. എന്താണേലും വിഗ്രഹത്തിൻ്റെ നോട്ടം വരുന്നത് പുരുഷന്മാരുടെ നെഞ്ചിലേക്ക്. അപ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യണം? ഷർട്ട് ഊരി കയറണം എന്നുള്ള. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവം ചിരിയും വരും. അതായത് ഇപ്പോൾ ഉള്ള പിള്ളേരെല്ലാം ഈ ഒരുമാതിരി തടിയുള്ള പിള്ളേരാണ്. അപ്പം ഈ പിള്ളേർക്ക് ഈ ഷർട്ട് ഊരി അമ്പലത്തിൽ കയറാൻ വളരെ ബുദ്ധിമുട്ട്. അവർ കിടന്ന് കഷായിക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ നിന്ന് പുറത്ത് നിന്ന് അവർ തൊഴുതിട്ട് ശ്രീകോവിലിനുള്ളിലേക്ക് അങ്ങോട്ട് പോകാൻ അവർ പോകില്ല. കാരണം അങ്ങോട്ട് പോകണേ അവർ ഷർട്ട് ഊരണം. അങ്ങനെ വിഷമിക്കുന്ന പിള്ളേരുണ്ട്. എന്നാൽ ആ നിയമം ഒന്ന് എടുത്തു കളയാ, ഷർട്ടിട്ട് കയറുക, അതൊന്നും നടക്കുകയില്ല. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞതെന്നു വെച്ചാൽ പഴയ കാലത്തെ നിയമങ്ങൾ തന്നെ പോരുന്നത്. ജാസ്മിൻ ജാഫറിന് എറണാകുളത്ത് വന്ന് താമസിച്ച് കഴിയുമ്പോൾ എറണാകുളത്തിൻ്റെ ഒരു ഇളക്കമുണ്ട്, എറണാകുളം ടൗണിൻ്റെ ഒരു ഇളക്കമുണ്ട് കേട്ടോ. അത് ബാധിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പുല്ലെന്നൊരു തോന്നൽ വരും. പക്ഷേ ഇതൊന്നും പുല്ലല്ല, ഗുരുവായൂർ വേറെ സ്ഥലമാണ്. അവിടുത്തെ അങ്ങനെ രീതി നിയമമൊക്കെ വേറെയാണ്. പക്ഷേ ഞാൻ പറയാം, ഞാനും താമസിക്കുന്ന എറണാകുളത്തോട്ട് എത്തിക്കഴിയുമ്പം എല്ലാം ഒരുമാതിരി കല്ലിവല്ലി എന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയുള്ളതാണ്. എന്ത് വേണേലും ആർക്ക് വേണേലും ചെയ്യാം. ആരുണ്ട് ഇവിടെ ചോദിക്കാന്നുള്ള ചോദ്യം നമ്മുടെ നെറ്റിയിൽ
എഴുതി വെക്കാം, ആരും ഇവിടെ ചോദിക്കാനുണ്ടാവില്ല, എന്തും നമുക്ക് ചെയ്ത് നടക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയുണ്ട്. അതൊന്നും അല്ലാതെ കുടുംബമായിട്ട് ഇഷ്ടംപോലെ ഫാമിലി ഇവിടെയുണ്ട് കേട്ടോ. ഈ വക ഗോഷ്ഠികളൊക്കെ കണ്ടാൽ ഈ കുടുംബമായിട്ട് കഴിയുന്ന ആൾക്കാർ അങ്ങോട്ട് നോക്കാതെ ഇങ്ങനെ പൊക്കോളും. നോക്കിപ്പോയാൽ പണി കിട്ടും, അവരുടെ വായിരിക്കുന്ന ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ഇപ്പം ജാസ്മിൻ ജാഫറിനെ എങ്ങനെ നോക്കിയാലും ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ ആ കുട്ടി ഇപ്പം ലൈഫിൽ ഞാൻ പറയും, എന്ത് ആർമിക്കാർ വന്ന് എന്ത് തേങ്ങ പറഞ്ഞാലും ഞാൻ പറയും, ജാസ്മിൻ ജാഫർ ജീവിതത്തിലെടുക്കുന്ന എല്ലാ തീരുമാനവും മണ്ടത്തരത്തിൻ്റെ ഒന്നാമത്തെ ഇതിലാണ് നിൽക്കുന്നത്. കുറച്ച് പ്രസക്തി, കുറച്ച് പണം, ഇപ്പോഴത്തെ ഈ പ്രായത്തിൻ്റെ ഒരു ആനുകൂല്യം, മുഖഭംഗി, ഇതെല്ലാം ഇപ്പോഴാണ്. ഇത് കഴിഞ്ഞൊരു ലൈഫിനെ പറ്റി ആ കുട്ടി ചിന്തിക്കുന്നില്ലെന്നോ, ഇത് കഴിഞ്ഞ് എന്ത് എന്നൊരു ചോദ്യം ജാസ്മിൻ ജാഫറിൻ്റെ ലൈഫിൽ ഇല്ലേ? എന്തൊക്കെ ആ മണ്ടത്തരങ്ങൾ എന്താണെന്നൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അല്ലാത്തവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ജാസ്മിൻ ജാഫർ കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ. ഒരു ലൈഫ്, സ്വന്തം ലൈഫ് എറിഞ്ഞൊടച്ച പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത് ആ എറണാകുളത്ത് വന്നുള്ള താമസം കൊണ്ട്. പിന്നെ നമ്മളത് പറയാൻ ആരുമല്ല, എല്ലാവർക്കും എല്ലാവരുടെയും ഇഷ്ടവും ഇതുമൊക്കെയുണ്ട്. പക്ഷേ ഒരു കാലത്ത് തിരിഞ്ഞ് ആ കൊച്ചു നോക്കുമ്പം ആ കൊച്ചിന് മാനസികമായിട്ട് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിന്ന് ഒരു സംതൃപ്തി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കിട്ടില്ല. അങ്ങനത്തെ ഒരു ലൈഫിലൂടെയാണ് പോകുന്നത്. മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ലൈഫിൽ. ബിഗ് ബോസിന് ശേഷം, അതിന് മുന്നേ വരെ കുഴപ്പമില്ല, ബിഗ് ബോസിന് ശേഷം ജാസ്മിൻ ജാഫർ ചെയ്തിരിക്കുന്നതെല്ലാം ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെയുള്ള ചെയ്ത്തും എന്തോ ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.